ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ എല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. I thank God and greet you all in the name of Lord Jesus. സമയത്തിൻ്റെ പരിമിതി മൂലം ആ മുഖമില്ലാതെ തന്നെ വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. Let's enter into the word of God. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് സാംസ് 91 വേഴ്സ് 14 90 സങ്കീർത്തനം 14 വാക്യം നമുക്ക് വായിക്കാം. Because he has set his love upon me, therefore I will deliver him. I'll set him on high because he has known my name. നമുക്ക് വളരെ സുപരിതമായ ഒരു സങ്കീർത്തനമാണ് സാംസ് 91. It's a Psalm 91 is a psalm we are all familiar with. നമ്മൾ എവിടെ പോയാലും എല്ലാവരും വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. Wherever we go, we read that psalm. ഭവനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ സാഹചര്യങ്ങളിലും ഏറ്റെടുക്കുന്ന ഒരു സങ്കീർത്തനമാണ് 90 സങ്കീർത്തനം. In regards to our house and regards to many things, we accept and declare Psalm 91. പിശാചിന് ഇത് കാണാപ്പാടമാണ് ഈ സങ്കീർത്തനം. And the devil knows it by heart, this psalm. കർത്താവിനെ പരീക്ഷിച്ച സമയത്ത് ഈ വചനം ഉപയോഗിച്ചാണ് കർത്താവിനെ പരീക്ഷിച്ചത്. Because when he tempted our Lord Jesus, he used the psalm to tempt him. കർത്താവിനോട് പറഞ്ഞു, നീ എടുത്ത് ചാടിക്കോ, നിന്നെ ദൂതന്മാർ കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. ഈ ഭാഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. He used this portion and said to Jesus that you can jump because the angels will take care of you. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ സങ്കീർത്തനം കാണാപ്പാടമായതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല. Just because this psalm is memorized by us, it doesn't benefit us. ഇതൊരു സങ്കീർത്തനക്കാരൻ്റെ അനുഭവമാണ്. This is an experience of a psalmist. സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു സങ്കീർത്തനമാണ്. This was a psalm where God intervened in his life. കർത്താവിൻ്റെ ദാസൻ എൻ്റെ സങ്കീർത്തന പ്രബോധനത്തിൽ പറഞ്ഞതുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു ഭാഗമാണിത്. This is a portion that connects with what we heard in earlier. ഇന്ന് ഈ പകൽക്കാലം എന്ത് സംസാരിക്കണമെന്നറിയാതെ ഞാനിങ്ങനെ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ In the morning when I was praying on what to speak on, എൻ്റെ ഉള്ളിൽ തന്ന ഒരു വചനമാണിത്. this was a verse that came in my heart. ഇതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ വളരെ വ്യക്തമായി നാം ഇങ്ങനെ പറയുന്നേ, അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തി നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. Verse 1 and 2. He who dwells in the secret place of the Most High shall abide under the shadow of the Almighty. I'll say of the Lord, He is my refuge and my fortress, my God in Him I will trust. അത് തന്നെയാണ് കർത്താവിൻ്റെ ദാസൻ പറയുന്ന 46 സങ്കീർത്തനം എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയുമാണ്. And that is what we heard, that God is our refuge and strength. നാം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാൻ ഇടയായിത്തീരും. When we stand together, the Spirit of God will speak to us. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണത്. And it is a work of the Spirit of the Lord. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ കൂടെ നമ്മളിന്ന് പകൽക്കാലം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. I desire on the Lord that I will say a few things from this psalm. ഇത് നമ്മൾ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. The verse that we read is, because he has set his love upon me, I will deliver him. ഇത് നമ്മുടെ ഉള്ള ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ അഷുറൻസ് ആണ്. This is a divine assurance from God toward us. എന്നാൽ എത്ര പേർ ഇതിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രാധാന്യം. But the important thing is that how many people believe in that. എത്ര പേർ ഈ വചനം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. How many of you can accept this word? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ഈ വചനം ഏറ്റെടുക്കുന്നവരായി തീരണം. You should be in every situation of your life receiving this word. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. But the one thing that we have to examine today is that നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കുകയാണോ? are we staying close with God? ആമേൻ. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുകയാണോ? Are we staying and walking close with God? ദൈവത്തോട് പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ To be close with God. ആമേൻ. ഞാനിപ്പോൾ ഈ 2 വസ്തുക്കളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. There is a substance that will unite these two objects together. അതൊരു പക്ഷേ എന്തെങ്കിലും ഒരു ഗ്ലൂവോ എന്തെങ്കിലും വെച്ച് നമുക്കിത് ഒട്ടിക്കാൻ പറ്റും. Maybe with a glue we can stick them together. ഇത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം. This has to stay in your mind. ഇത് മാറിപ്പോകരുത്. ഞാൻ ഈ പറയുന്ന മർമ്മം, this mystery should not leave from your mind. ഇതിനകത്ത് ഇത് സ്റ്റിക്കായി കഴിഞ്ഞാൽ, when this sticks together, ഞാനിത് എറിയുമ്പോൾ
ഒരുമിച്ചായിരിക്കും ഇത് പോകുന്നത്. When I throw this, it will go together. ഒരിക്കലും ഇത് ഇങ്ങോട്ട് പോകത്തില്ല, അത് അങ്ങോട്ടും പോകത്തില്ല. Each of these objects will not go away from each other. കാരണം ഇത് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. Because it's sticking together. അപ്പൊ ഞാനിത് എവിടെ എറിഞ്ഞാലും അവിടെ ഒരുമിച്ചത് കാണും. So wherever I throw it, it will be together. ഇന്ന് നിങ്ങൾ കർത്താവുമായിട്ട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ, If you are staying close with God now, നിങ്ങൾ എവിടെ എറിയപ്പെട്ടാലും അവിടെ കർത്താവ് കൂടെ കാണും. wherever you are thrown, God is there with you. അപ്പൊ നിങ്ങൾക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തെ നമ്മൾ വായിക്കുമ്പോൾ, When we read the book of the prophet Daniel, അവിടെ നിങ്ങൾക്ക് എബ്രായ ബാലന്മാരെ കുറിച്ച് അറിയാം. we see about the Hebrew men there. എബ്രായ ബാലന്മാർ കർത്താവിനെ സ്നേഹിച്ചു. Those Hebrew boys loved the Lord. അപ്പോൾ പറ്റിയിരിക്കുക എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പദപ്രയോഗം, he has set his love upon him. ആമേൻ, ഹല്ലേലൂയ. അവന്റെ സ്നേഹം കർത്താവിൽ വെച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം. So to be close with God, the meaning of that is to set your love upon him. പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. To be close with God means to love him. എബ്രായ ബാലന്മാരെ അടിമകളായിട്ടാണ് ബാബിലോണിൽ കൊണ്ടുവന്നത്. So the Hebrew boys were brought to Babylon as slaves. സ്ലേവുകൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, അവര് എപ്പോഴും അടിമകളായിരിക്കും. Slaves have no freedom, they are always in the slavery. അവർക്ക് സംസാര സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയില്ല, അവർ എപ്പോഴും യജമാനന് കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കണം. They don't have freedom to speak because they are always under the captivity of the master. അവരുടേതായ ഒരു തീരുമാനങ്ങൾക്കും അവിടെ പ്രാധാന്യമില്ല. And there is no significance given to their decisions. പക്ഷേ അവർക്കൊരു ഉള്ളിൽ ഒരു കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം, അവർ സേവിക്കുന്ന ദൈവം അവരെ വിടുവിക്കും. But they knew one thing in their heart, that the God they serve delivers them. അവർ ഏത് രാജ്യത്തിന് അടിമകളായിട്ട് പോയാലും അവിടെ കർത്താവ് അവരെ കൂടെ കാണും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. They had the faith that in whichever land they were thrown into, God would be there with them. ആ വിശ്വാസം അവരുടെ ജീവിതത്തിൽ അനുസരണമായി രൂപപ്പെടുവാനിടയായി തീർന്നു. And that faith in them transformed as obedience. അതുകൊണ്ടാണ് അവര് രാജാവിന്റെ മറ്റ് മദ്യമോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. That's why they never used the wine or the things that king offered them. അവർ കർത്താവിന്റെ വിശുദ്ധിക്ക് കീഴ്പ്പെട്ടു നിൽപ്പാനിടയായി തീർന്നു. Because they submitted themselves to the holiness of God. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. And when we begin to stand for God, God sees us. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നുണ്ട്. When you begin to love God, God sees your heart. അപ്പോൾ നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കടന്നു പോയാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. So in whatever circumstances you go through, God will intervene for you. അപ്പോൾ പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. So to stay close to the Lord is to love him. അപ്പോഴാണ് ഒരു വലിയ നിയമം വരുന്നത്, നെബൂഖദ്നേസറിന്റെ ബിംബത്തെ ആരാധിക്കണമെന്നുള്ളത്. And that is when in that time the commandment came that you have to worship the statue of Nebuchadnezzar. അവര് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ ഒരുത്തനെ ഞങ്ങൾ മുട്ടുമടക്കത്തില്ല. But they said that we won't bow down to anyone except our own God. നമ്മുടെ കർത്താവിനെ അല്ല ഒന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. We shouldn't compromise on anything except our Lord. നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കാൻ തയ്യാറാകണം. We should be able to stand for our Lord. അതിനുവേണ്ടി നമ്മുടെ യാതൊന്നും കോംപ്രമൈസ് ചെയ്യരുത്. And for that we shouldn't compromise anything. യാതൊന്നും നമ്മൾ കർത്താവിന്റെ ഉപദേശ വിരുദ്ധമായി നമ്മൾ ചെയ്യരുത്. And we shouldn't do anything against the teaching of the Lord. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുക. We have to stand for the Lord. അല്ലെങ്കിൽ അത് അവർ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഇടയായി തീർന്നു. And then they were able to stand for God. അത് അവർക്ക് കർത്താവിന്റെ സ്നേഹം കൊണ്ടായിരുന്നു. And that is because of their love for God. അവരെ തീച്ചൂളക്കകത്തിട്ടു. And they were thrown in the fiery furnace. തീച്ചൂളക്കകത്തിട്ടപ്പോൾ നെബൂഖദ്നേസർ രാജാവ് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. And when they were thrown in the furnace, Nebuchadnezzar sees a vision. അവര് 3 പേരല്ല, 4ാമതൊരാൾ തീക്കകത്ത് നടക്കുന്നത് കാണുവാനിടയായി തീർന്നു. He sees that not 3 of them are there, but a 4th person is also with them. എബ്രായ ബാലന്മാരും കർത്താവുമായുള്ള ബന്ധം ഒരു ഇങ്ങനെ ഒട്ടിച്ചു ചേർത്ത ബന്ധമായിരുന്നു. Because the Hebrew boys and the relation with their God was as if sticking together. നെബൂഖദ്നേസർ രാജാവ് അവരെ തീയിലേക്കിട്ടപ്പോൾ, so when Nebuchadnezzar threw them into the fire, അവർ 3 പേരോട് കൂടെ ഒരാളുടെ ഒട്ടി നിൽപ്പോൾ അത് കർത്താവായിരുന്നു. and with the 3 of them, the Lord also stuck close to them. അതുകൊണ്ടാണ് 4ാമതൊരാൾ അവിടെ കാണുവാനിടയായി തീർന്നത്. And that's why he was able to see a 4th person there. കർത്താവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീച്ചൂളയുടെ നടുവിൽ കൂടെ കടന്നു പോയാൽ അവിടെ കർത്താവ് നിങ്ങൾക്ക് കാണും. If you stay close to the Lord, if you go through fiery situations, ഇതാണ് കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പെന്ന് പറയുന്നത്. and this is the assurance God gives. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ തീച്ചൂള അനുഭവമായിരിക്കാം. Maybe the situation you're going through is situations of fire. ഒരിക്കലും ഇത് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് വിചാരിക്കാം. You may think that you will not be able to go through this. ഒരിക്കലും എനിക്ക് ആ പൊസിഷനിൽ എത്തിച്ചേരുവാൻ കഴിയത്തില്ലെന്ന് വിചാരിക്കാം. You may think that I'll never reach that position. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, but the thing I will declare today is that നിങ്ങളുടെ കഴിവുകൾ ഒരു പ്രാധാന്യമുള്ളതല്ല. there is no significance to your abilities here. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കർത്താവിന് പ്രാധാന്യമുള്ളതല്ല.
To the Lord, there is no significance to your qualification. ആമേൻ. നിങ്ങളുടെ യാതൊന്നും കർത്താവിന് ഒരു ഇമ്പോർട്ടൻസ് അല്ല. Nothing of yours is important to the Lord. നമ്മളാണ് കർത്താവിന് ഇമ്പോർട്ടൻസ്. We are important to the Lord. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നേടുന്ന ഒന്നും കർത്താവിന് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല. Nothing we gain in this world is important to the Lord. അത് നേടേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. It doesn't mean that we should earn and gain those. നല്ല വിദ്യാഭ്യാസം നമ്മൾ പ്രാപിച്ചിരിക്കണം. We should get a good education. നല്ല ക്വാളിഫൈഡ് ആയിരിക്കണം. We should be qualified. അതൊന്നും കർത്താവിന് വിരോധമുള്ള കാര്യമല്ല. It is not against the Lord. പക്ഷെ നമ്മൾ ഇതൊന്നും ആശ്രയിക്കരുത്. But we shouldn't trust in these. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. You shouldn't depend on the organization you work അവന് with. വേണ്ടെങ്കിൽ അവൻ എപ്പോഴും കറിവേപ്പില പോലെ നമ്മളെ തോമ്പിക്കളയും. If they don't want you, they'll throw you away. പക്ഷെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ But if God is with us, അവൻ നമ്മളെ ഡെലിവറി ചെയ്യുവാനിടയായി തീരും. He'll be able to deliver us. നിങ്ങളുടെ സാഹചര്യങ്ങൾ ദൈവത്തിന് വിഷയമുള്ള കാര്യമല്ല. Your circumstances are not important to the Lord. നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾ കൺസേൺ ആവേണ്ട കാര്യമില്ല. You shouldn't be concerned about your health. നിങ്ങളുടെ ജോലിയെ കുറിച്ച് നിങ്ങൾ കൺസേൺ ആവേണ്ട കാര്യമില്ല. You shouldn't be concerned about your job. നിങ്ങളുടെ ഫിനാൻസിനെ കുറിച്ച് നിങ്ങൾ കൺസേൺ ആവേണ്ട You കാര്യമില്ല. don't have to be concerned about your നിങ്ങളുടെ finances. ഔദ്യോഗിക രേഖകളെ കുറിച്ച് നിങ്ങൾ കൺസേൺ ആവേണ്ട You കാര്യമില്ല. don't have to be concerned about your occupation. നമ്മുടെ ഈ ദേശത്തെ പ്രവാസികളും പരദേശികളുമാണ്. We are sojourners and pilgrims in this land. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു ഡോക്യുമെന്റ് എന്നുള്ളത് ഈ ലോകത്തിന്റെ ഡോക്യുമെന്റ് ആണ്. Another thing to say is that we have only the document of the world here. നമ്മളെ കാനഡയിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് ഡോക്യുമെന്റ് തരും. If we have to stay in Canada, the Lord will give us a document. ഇവിടെ സെന്റ് ജോണിലല്ല കാനഡയുടെ ഏത് പ്രദേശത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് ഔദ്യോഗികമായ ഡോക്യുമെന്റ് തരും. And God will give you the official document if you want to stay in this land or ഇപ്പോൾ anywhere else. ആയിരിക്കുന്ന വർക്ക് പെർമിറ്റ് PR-ലേക്ക് അത് കൺവെർട്ട് ചെയ്യാനിടയായി തീരും. And the work permit will be transferred to PR. നിങ്ങൾക്ക് ഏത് ലൈസൻസുകളും തരുവാൻ കർത്താവിന് സാധ്യമാണ്. God is able to give you any license. നിങ്ങൾക്ക് ഏത് വാഹനം വേണമെന്ന് കർത്താവ് തരുവാൻ സാധ്യമാണ്. He is able to give you any vehicle. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭവനം തരുവാൻ കർത്താവിന് സാധ്യമാണ്. He is able to give you the house you like. അവൻ സകലയിടത്തിന്റെ അധികാരിയായ ദൈവമാണ്. Because He has authority over all flesh. നമുക്ക് അവനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. And we should have a clear vision about Him. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ When we study Colossians chapter 1, ആമേൻ കർത്താവിനെ കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. it says of the Lord in this manner, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. that He is the image of the invisible God. ആമേൻ ഹല്ലേലൂയ. ദൃശ്യമായതും അദൃശ്യമായതും That the things visible and invisible, സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും that on the earth and on heaven, വാഴ്ചകൾ, അധികാരങ്ങൾ, whether it be principalities, powers, സിംഹാസനങ്ങൾ, all thrones, കർത്തൃത്വങ്ങൾ, all dominions, എല്ലാം യേശുക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. all have been created through Christ Jesus. സകലവും അവനായി And സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. all things were created for Him. അവന്റെ കീഴിലാണ് അധികാരമുള്ളത്. And He has authority over those things. നിങ്ങളുടെ ഓഫീസിലെ മുഴുവൻ കൺട്രോളും കർത്താവിനാണ്. The Lord has control over your office. ആമേൻ. നമ്മൾ ആത്മീയ അധികാരമുള്ളവരാണ്. We have spiritual നമ്മൾ authority. സ്പിരിച്വൽ അതോറിറ്റി ഉള്ളവരാണ്. We are those with spiritual authority. നമ്മൾ രാജാവിന്റെ മക്കളാണ്. Because we are the sons of the King. നമ്മൾ പറയുന്നതാണ് നടക്കുന്നത്. What we say will happen. നമ്മൾക്ക് അതിനുള്ള അതോറിറ്റി തന്നിട്ടുണ്ട്. Because God has given the authority for that. അതുകൊണ്ട് സാദൃശ്യവാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. So it says in the Proverbs ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. that the death and life are in the power of the tongue. അതിനെ പറയുന്നു, അതിന്റെ ഫലം അനുഭവിക്കും. And those who use it has a fruit of that. നിങ്ങൾ നെഗറ്റീവ് പറയുന്നവരായി തീരല്ല. You should not be those who speak നിങ്ങളുടെ negative. സിറ്റുവേഷൻ നോക്കി നെഗറ്റീവ് പറയരുത്. You should not say negative things about your നിങ്ങളുടെ അവസ്ഥ circumstance. നോക്കി നെഗറ്റീവ് പറയരുത്. You should not say negative about your circumstance. ആമേൻ. കർത്താവിന്റെ ഹിതമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം. That you have to say that if it is the Lord's will to live like that, we will live. Like അതാണ് that. എബ്രായ ബാലന്മാർ പറഞ്ഞത്. And that's what the Hebrew boys did. അവർ പറഞ്ഞു, ഞങ്ങൾ തീക്കകത്ത് പോയാലും നിന്നെ ഞങ്ങൾ കുമ്പിടത്തില്ല. They said even if we go to the fire, we will not bow down ഈ to you. ഏത് സാഹചര്യത്തിൽ പോയാലും ഞങ്ങൾ പിശാചിന് മുട്ടുമടക്കുകയില്ല. That even if we go through any circumstance, we will not bow to the ഏത് devil. സാഹചര്യത്തിൽ പോയാലും ലോകത്തിന് മുട്ടുമടക്കുകയില്ല. That if we go through any situation, we will not bow to the world. ആമേൻ. നമ്മെ സൃഷ്ടിച്ച ഒരു കർത്താവുണ്ട്. Because there's a Lord who created us. ദാവീദ് സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. David says in the Psalms, നീ എന്നെ ഭയങ്കരവും അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുകയാൽ for I have been fearfully and wonderfully made. ഞാൻ നിന്നെ സ്തുതിക്കുന്നു. And for that I praise you. ആമേൻ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ നീ ഞങ്ങളെ കണ്ടതിനായി സ്തോത്രം. That I thank you that you have seen me before I was formed in my mother's womb. ഭൂമിക്ക് അടിസ്ഥാനമിട്ടതിനു മുമ്പേ ഞങ്ങളെ കണ്ടതിനായി സ്തോത്രം. That before the foundation of the world, the Lord has seen us. ഈ വെളിപ്പാടിലാണ് പൗലോസ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു. And with this revelation, Paul writes in Ephesians chapter 1 ആമേൻ. ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മിൽ അവനെ തിരഞ്ഞെടുക്കുവാനിടയായി that we were predestined in Him before the foundation of the world. അതുകൊണ്ട് നമ്മൾ പിശാചിന് മുമ്പേ ഉള്ളവരാണ്. So we are those who belong before the devil. അതുകൊണ്ട് പിശാചിനെ ഭയപ്പെടരുത്. So we shouldn't fear the devil. എബ്രായ ബാലന്മാരുടെ അകത്തോർക്ക് വെളിപ്പാടുണ്ടായിരുന്നു. And the Hebrew boys had that revelation. അവർക്കറിയാം തീക്ക ചത്തുപോയാൽ നേരെ കർത്താവിനോട് കൂടെ കാണും. That they knew that if they were burned in the fire, they will be with the Lord. ആമേൻ. അവരുടെ സ്നേഹത്തിന്റെ പുറത്ത് സ്വർഗ്ഗം ഇറങ്ങി വരുവാനിടയായി തീർന്നു. And on top of their love, the heaven came. അവർ തീക്കകത്തൂടെ കടന്നുപോയപ്പോൾ നാലാമനായി കർത്താവിടെ കാണുവാനിടയായി. When they went through the fire, the Lord came as a fourth man. അവരുടെ തലയിലെ രോമം പോലും കത്തിപ്പോകുവാനിടയായി തീർന്നില്ല. And not a single hair on their body was burned.
നിങ്ങൾ അധികാരികളുടെ തലത്തിൽ മുമ്പിൽ നിൽക്കുമ്പോൾ When you stand before authorities, ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിപ്പാനിടയായിത്തീരും. God will able to speak for you. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടായിരിക്കും. When you drive your vehicle, God's protection will be on. ഇന്ന് പകൽക്കാലം നമ്മൾ അതാണ് വിശ്വസിക്കേണ്ടത്. That is what we have to believe. നമ്മൾ ഈ വചനമാണ് വിശ്വസിക്കേണ്ടത്. We have to believe this word. നമ്മൾ ഫാക്ട് അല്ല വിശ്വസിക്കേണ്ടത്. We shouldn't believe the facts. നമ്മൾ വേർഡാണ് വിശ്വസിക്കേണ്ടത്. We should believe in the word. ഇത് ലീവിംഗ് വേർഡാണ്. This is a living word. പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. To stay close to him is to love him. അവനെ സ്നേഹിക്കുക എന്നുള്ളത് പറഞ്ഞാൽ ഒരു അർത്ഥം പറഞ്ഞാൽ അവനിൽ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കുക എന്നുള്ളതാണ്. To love him means to fully trust on him. അതുകൊണ്ട് യെരമ്യാവ് 17:7 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. So in Jeremiah chapter 17 verse 7 we read, യഹോവയിൽ ആശ്രയിക്കുകയും the one who trusts in the Lord യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ and whose hope the Lord is, അവനാണ് ഭാഗ്യവാൻ. he is a blessed man. അവൻ നമ്മെ സങ്കീർത്തനക്കാരൻ 1-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു. In Psalms chapter 1 the psalmist says അവൻ ആ തരികത്തെ നട്ടിരിക്കുന്നതും that he will be like a tree planted by the river, തക്കകാലത്ത് ഫലം കായ്ക്കുന്നവനുമാണ്. like a fruitful tree. ദുഷ്ടന്മാർ അങ്ങനെയല്ല. But the wicked are not so, അവർ കാറ്റടിക്കുമ്പോൾ പതറിപ്പോവാനിടയായിത്തീരും. but they are like the chaff that will blow away. പ്രിയമുള്ളവരെ, നമ്മുടെ റൂട്ട് എവിടെയാണ്? We have to understand where our root is. നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ റൂട്ട് മാറ്റണം. We should remove our roots from the world. ലോകത്തിന്റെ എല്ലാ അവസ്ഥയിലും നമ്മുടെ റൂട്ട് മാറ്റിയേ മതിയാകത്തുള്ളൂ. We have to remove our roots from the possessions of this world. അതുകൊണ്ട് കൊലോസ്യ ലേഖനം പൗലോസ് എഴുതുമ്പോൾ So when Paul writes Colossians, he writes 2-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതുവാനിടയായി തീർന്നു. in chapter 2 he writes, അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. and we read in verse 7, അവനിൽ വേരൂന്നിയും be rooted in him ആത്മീക വർധന പ്രാപിച്ചും and build up in him, ആമേൻ, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം as you have been taught, വിശ്വാസത്താൽ ഉറച്ചും being established in the faith, സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. abounding in thanksgiving. ആമേൻ, ഹല്ലേലൂയ. അത് അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു. And verse 6 says, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. as you therefore received Christ Jesus the Lord, so walk in him. ആമേൻ. കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ If you believe in the Lord, അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. you have to walk in fellowship with him. അവന്റെ കൂട്ടായ്മയെ കുറിച്ചാണ് 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. And about that fellowship we read in verse 7. ആമേൻ. യേശു ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുന്നത് അവനിൽ റൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. To have fellowship with the Lord Jesus is to be rooted in him. ആമേൻ. നമ്മുടെ വേര് ക്രിസ്തുവിലായിരിക്കണം. Our roots have to be in Christ. ആമേൻ. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം പറഞ്ഞ അവനിൽ വസിക്കണമെന്ന് പറയുന്നത്. That is why John writes a gospel and says we have to abide in him. അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്നുള്ളതാണ്. To abide in him, it means his word should abide in us. ആമേൻ. ആ വചനം നമ്മുടെ അകത്ത് ക്രിയ ചെയ്യുവാനിടയായി തീരും. Then the word will do its work in our life. നിങ്ങളൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ, When you go through a difficult situation, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, when you begin to pray for that, ഈ വചനം നമ്മോട് സംസാരിപ്പാനിടയായി തീരും. then the word will begin to speak to you. ആ വചനം നമ്മളെ വിടുവിക്കുന്ന വചനമാണ്. And that word will deliver you. നിങ്ങൾക്കെല്ലാം ഒത്തിരി അനുഭവങ്ങൾ ഉള്ളവരാണ്. You have many experience about that. എനിക്കിങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. I also have many experience about ആമേൻ. that. നമ്മൾ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ That when I was going through a difficult situation, ഈ വചനം നമുക്ക് ജീവനായിട്ട് കടന്നു വരും. that this word became life to me. അപ്പൊ അവന്റെ കൂട്ടായ്മ നടക്കുക എന്ന് പറഞ്ഞാൽ So to walk in fellowship with him means അവനിൽ വേരൂന്നുക എന്നുള്ളതാണ്. to be rooted up in him. അവനിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ To be rooted in him means അവനെ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കുക it എന്നുള്ളതാണ്. means to fully trust him, കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. fully surrendering to him, നിങ്ങളുടെ യോഗ്യതകൾ അവനെ സറണ്ടർ ചെയ്താട്ടെ. to submitting all your worthiness to him, നിങ്ങളുടെ കഴിവുകൾ അവന് സറണ്ടർ ചെയ്താട്ടെ. to submitting all your abilities to him, നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും സറണ്ടർ ചെയ്താട്ടെ. to submitting all your situations to him, നിങ്ങളുടെ ഫിനാൻസ് അവന് സറണ്ടർ ചെയ്താട്ടെ. to surrendering your finance to him, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവനെ വിട്ടുകൊടുത്താട്ടെ. to giving all things to him. അതാണ് ആശ്രയിക്കുക എന്ന് പറയുന്നത്. And that is what it means to trust the Lord. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ പറയുന്നതല്ല. Faith is not simply saying it, അത് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതാണ്. but it is taking a step. അത് വിശ്വാസത്താൽ നമ്മൾ ആ സ്റ്റെപ്പ് മുമ്പോട്ട് എടുക്കുക. And with faith you have to take that step. ആമേൻ. അതുകൊണ്ട് കർത്താവ് ശിശുക്കളെ നോക്കിയിട്ട് പ്രകാരം പറഞ്ഞത്, That is why Jesus said about the little children, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ that unless you become like children, നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. you will not enter the kingdom of God. ഒരു ശിശുവിനെ സംബന്ധിച്ചോളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ If you examine a child, അവന് ഒരു വറീസും ഇല്ല. he has no worries. രാവിലെ എഴുന്നേറ്റ് പറയും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാൻ പറയും. In the morning he will wake and ask for breakfast. എനിക്ക് പാല് തരാൻ പറയും. He will ask for milk. അല്ലെങ്കിൽ എനിക്ക് ലഞ്ച് തരാൻ പറയും. He'll ask for lunch. പിന്നെ അവൻ പറയോ സ്കൂളിലെ ഫീസിനെ സമയത്ത് അടക്കണമെന്നും പറയാറില്ല. But he will not say to pay the school ഒന്നും fees. പറയത്തില്ല. He will not say anything എന്റെ regarding ഫുഡ് that. എവിടെയെന്നാ ചോദിക്കുന്നത്. He will ask where my food is. എന്റെ തുണി എവിടെയെന്നാ ചോദിക്കുന്നത്. He will ask where my clothes is. മമ്മി എന്റെ തുണി എവിടെ തേച്ച് വെച്ചിരിക്കുന്ന എവിടെയാന്ന് ചോദിക്കും. He will ask, Mom, where is my clothes? അല്ലാതെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ചോദിക്കത്തില്ല അടുത്ത മാസം നമുക്ക് ഫീസ് അടയ്ക്കണം,
അയ്യോ രാവിലെ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ, അങ്ങനൊന്നും ചിന്തിക്കത്തില്ല. But the children will not worry about the breakfast or the feast. ഹല്ലേലൂയ, സ്തോത്രം. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. Because they're fully dependent on the parents. അവൻ അറിയാം അവന്റെ അപ്പനും അമ്മയും എല്ലാവനും വേണ്ടി കരുതിയിട്ടുണ്ട്. Because he knows that the parents have provided all things for him. അവന് ബ്രേക്ക്ഫാസ്റ്റ് അവന്റെ അപ്പൻ കരുതിയിട്ടുണ്ട്. Because his breakfast has been provided by the father. അവന്റെ വസ്ത്രം അവന് വേണ്ടി കരുതിയിട്ടുണ്ട്. His clothes have been provided for him. അവൻ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ അവന് ആൾക്കാരുണ്ട്. And if he comes, everyone is there to receive him. ഒന്നിനെ കുറിച്ച് അവന് ചിന്തയില്ല. And he has no worries about that. ഞാൻ പറഞ്ഞ ചിന്തയില്ല എന്നുള്ള അർത്ഥത്തിൽ വറീസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. By thoughts I mean worries. He has no നമുക്കെല്ലാം worries. ചിന്തകൾ വരും. All of us have thoughts. അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. And we shouldn't, and those shouldn't control അത് us. നമ്മളെ ഓവർ കൺട്രോൾ ചെയ്യരുത്. And it shouldn't overpower you. അത് നമ്മളെ അപകടത്തിലേക്ക് നയിക്കുവാനിടയായിത്തീരും. Because it will lead you to danger. ഈ ചിന്തകളെല്ലാം നമ്മുടെ അകത്തേട്ട് കിടന്ന് നമുക്ക് വേണ്ടവരും പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല. When these thoughts come in, we are not able to pray. രാത്രി ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഞാൻ ചിന്തിപ്പാനിടയായി തീർന്നു. When he said that last night, I was able to think on that. നമുക്ക് ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. That we are not able to properly pray. നമ്മൾ ഈ ചിന്തകളെല്ലാം കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഈ വചനം ധ്യാനിക്കാനായിട്ട് കഴിയത്തില്ല. Because of all these thoughts that come, we are not able to meditate on the word of God. വായിച്ചാലും ഒന്നും വെളിപ്പെടത്തില്ല. And even if we read, nothing is revealed. നമ്മൾ ശിശുക്കളെ പോലെ ഈ വചനത്തിന് മുമ്പിലേക്ക് കടന്നു വന്നാട്ടെ. But we have to come to the word as children. ഈ വചനം നമ്മോട് സംസാരിപ്പാനിടയായി. Then this word will begin to ഈ speak. വചനം നമ്മളെ ജീവിപ്പിക്കും. Then this word will give us life. നമ്മളെല്ലാം ഇവിടെ ആയിരിക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു വന്നവരാണ്. All of us have come from different situations. പലതരത്തിലുള്ള കഷ്ടങ്ങൾ കൂടെ കടന്നു We have വന്നവരാണ്. come through many difficulties. ഒരുപാട് ടെസ്റ്റുകൾ കൂടെ കടന്നു We have വന്നവരാണ്. come through many tests. ഒരുപാട് തീയുടെ അനുഭവത്തിൽ കൂടെ കടന്നു We have come വന്നവരാണ്. through many fiery trials. ഒരിക്കലും ഇവിടെ എത്തിച്ചേരുവാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ചിടത്താണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. We have thought that we will not reach here, but we have come here. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ട് ഇവിടെ വന്നെന്നാ. We might think this is our ability, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. but you shouldn't think that way. ഇത് കർത്താവിന്റെ ശക്തിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. But it's the Lord's power that brought you here. ഹല്ലേലൂയ, ഇതൊന്നും നമുക്ക് കർത്താവിന് വിഷയമല്ല. And this is not important to the Lord. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ അവനിൽ വേരൂന്നുക. So we have to be rooted in Him. ആമേൻ, അവനിൽ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കുക. We have to fully trust Him. ഞാൻ സമയം കടന്നു പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ അടുത്ത ഭാഗത്തിൽ പറയുന്നു, ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് വന്നതിനൊത്തോണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കുവൻ. And build up in Him and established in the faith as you have been taught, abounding with thanksgiving. അപ്പോൾ ഇത് ഒത്തിരി വിവരിക്കുവാനുള്ള സമയം ഇവിടെ ഇല്ല. We don't have time to expand on this. നിങ്ങളെ വിശ്വാസത്താൽ ഉറക്കുക. You have to be established in the faith. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുക. You have to fully depend on the Lord. ഏത് സാഹചര്യത്തിലും കർത്താവിനെ ആശ്രയിക്കുക. That through any circumstances you must depend നിങ്ങൾ on the രാവിലെ Lord. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുമ്പോൾ കർത്താവിനെ ആശ്രയിക്കുക. When you start your occupation, you must trust കർത്താവെ, the ഞാൻ Lord. ഇതെല്ലാം അങ്ങേ ഏൽപ്പിച്ച് കടന്നു പോകുന്നു. That you have to give everything to Him. നിങ്ങളുടെ ഓഫീസിലെ അന്തരീക്ഷം മാറുവാനിടയായിത്തീരും. Then the atmosphere of your office will change. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വ്യക്തികളുടെ നാവുകളെ കർത്താവ് ബന്ധിക്കുവാനിടയായി. That those who are in opposition on you, their tongues will be നിങ്ങൾ silenced. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണോ? You should be those who believe fully in the Lord. നിങ്ങളുടെ റൂട്ട് അവനിലാണോ? Your root should be in Him. ആമേൻ. നമുക്കറിയാം, നട്ടിരിക്കുന്ന വൃക്ഷത്തിന്റെ റൂട്ട് എപ്പോഴും നദിയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. We know that the tree planted by the river has. കർത്താവ് എന്ന് പറയുന്നത് ജീവജല നദിയാണ്. And Jesus is the living water. ഉറവയാണ്, നമ്മുടെ ഉറവയാണ്. He is our source. നമ്മുടെ റിസോഴ്സുകളാണ്. He is other resources. അതുകൊണ്ട് നമുക്ക് അവനിൽ ആശ്രയിക്കുമ്പോൾ അതിൽ നിന്ന് ഉറവകൾ തുറക്കുവാനിടയായി. So when we begin to fully trust Him, He will open the source. ഒരിക്കലും നമ്മൾ വാടിപ്പോകുവാനിട വരത്തില്ല. And we will never be dry. ആമേൻ. സങ്കീർത്തനം 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു. In Psalm chapter 9 verse 10 we read. ആരെങ്കിലും എടുത്തുള്ളിൽ പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. Psalms 9 verse 10 അന്ന് എൻ്റെ ഓർമ്മ. സങ്കീർത്തനം 9-ന്റെ 10-ാമത്തെ വാക്യം. നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. And they that know thy name will put their trust in thee, for thou Lord hast not forsaken them. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. The Lord said, I will never leave you. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. I'll never forsake you. ആമേൻ. നീ എന്നെ ആശ്രയിച്ചാൽ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. That if you fully trust me, I'll be നീ with you. തീക്കകത്ത് വലിച്ചെറിഞ്ഞാൽ ഞാൻ അവിടെ ഇറങ്ങി വരും. That even if you're thrown in the fire, I'll be with നീ you. വെള്ളത്തിൽ മുങ്ങിപ്പോയാലും ഞാൻ അവിടെ കാണും. That even if you drown in the water, I'll be നീ ഏത് there. തിരമാലയ്ക്കകത്ത് അടിപ്പെട്ടാലും ഞാൻ അവിടെ കാണും. That even if you drown in many waves, നീ I'll ഏത് be there. സ്റ്റോമിൽ കൂടെ കടന്നു പോയാലും അവിടെ കാണും. That whatever storm you go through, I'll be there. നമുക്ക് അധികാരങ്ങൾ തന്നിട്ടുണ്ട്. Because He has given us the authority. നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര പീക്കിലെത്തിയിരിക്കുകയാണ്. This climate here has reached its peak. നമ്മൾ പ്രാർത്ഥിക്കണം.
we have to pray. ഇതിനെല്ലാം ചേഞ്ച് ചെയ്യുവാൻ കർത്താവിന് കഴിയും. Because God is able to change. നമ്മളതാണ് വിശ്വസിക്കുന്നത്. We are those who believe. ആമേൻ. അവൻ നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. Because He's a God who raises. അവൻ നമ്മളെ ഹോണർ ചെയ്യുന്ന ദൈവമാണ്. He's a God who honors us. അവൻ നമ്മുടെ ശുശ്രൂഷകളെ ആദരിക്കുന്ന ദൈവമാണ്. He's the one who respects our ministry. അവൻ നമ്മുടെ പൊസിഷനെ ആദരിക്കുന്ന ദൈവമാണ്. He's the one who honors our position. നിന്നെ ഒരു നാളും കൈവിടുകയില്ല. And He will never leave you. നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. And He will never forsake you. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നിന്നോട് പറ്റിയിരിക്കാൻ ഇടയായി. And in your circumstances, ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. and we have to take a decision. നീ കർത്താവുമായിട്ട് പറ്റിച്ചേർന്ന് നിന്നാട്ടെ. That I'll be with the Lord. ഇതുവരെയുള്ള എന്റെ ജീവിത വഴികളെല്ലാം മറന്നാട്ടെ. That you have to forget all the things of the past. കഴിഞ്ഞാൽ കർത്താവേ നിന്നിൽ നിന്ന് ഞാൻ അകന്നു പോയി. For the past I have been away from the Lord. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. I was not able to pray. ഞാൻ ഈ വചനം വേണ്ട രീതിയിൽ ധ്യാനിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. That I was not able to meditate on the word. ഞാൻ തുടർന്ന് സങ്കീർത്തനം എന്നും വായിക്കുന്നവനാണ്. We are those who read Psalm 91 daily. പക്ഷേ ഇതിന്റെ അർത്ഥം എനിക്ക് അറിയത്തില്ല. But we never knew the meaning. ഇതിനകത്തുള്ള ജീവൻ എനിക്ക് അറിയത്തില്ല. We don't know the life in it. ഇതിനകത്തുള്ള ശക്തി എനിക്ക് അറിയത്തില്ല. But I don't know the power in it. ഞാൻ തന്നെ സറണ്ടർ ചെയ്യുന്നു. So I just submit myself. കർത്താവേ, എനിക്ക് എന്റെ കഴിവുകൾ കൊണ്ട് എനിക്കൊന്നും നേടുവാൻ സാധ്യമല്ല. Lord, with my ability I cannot gain anything. എന്റെ യാതൊന്നും കൊണ്ട് എനിക്ക് കർത്താവേ ഒന്നും നേടുവാനായിട്ട് കഴിയത്തില്ല. And with anything of mine I cannot gain anything. ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. And I surrender myself fully. ഞാൻ അങ്ങയെ സ്നേഹിപ്പാൻ ആഗ്രഹിക്കുന്നു. I desire to love you. കർത്താവേ, അങ്ങയോട് ചേർന്ന് വസിപ്പാൻ ആഗ്രഹിക്കുന്നു. And Lord, I desire to walk close with you. അങ്ങയുടെ വചനത്തെ ഞാൻ സ്നേഹിക്കുന്നു. I love your word. അങ്ങ് പറഞ്ഞതിനെ അനുസരിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. We have to submit ourselves to നമ്മെ തന്നെ obey him. ഡെഡിക്കേറ്റ് ചെയ്യാം. Let's dedicate നീ ourselves. അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, And even if you're dedicating നീ yourself, കർത്താവിന് വേണ്ടി അങ്ങനെ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, if you're submitting yourself to നിന്റെ God, സകല ആവശ്യങ്ങളും കർത്താവ് നിറവേറ്റി തരും. then God will fulfill your നിന്നെ needs. ഒരു നന്മയും മുടക്കുകയില്ല. And no good thing will be നിന്റെ ignored. എല്ലാ വഴികളും അവൻ നിന്നെ ഉറപ്പിക്കുന്ന And ദൈവമാണ്. in all your ways He will അവൻ establish you. അത്ഭുതങ്ങളും അടയാളങ്ങളും വചനത്തെ ഉറപ്പിക്കുന്ന ദൈവമാണ്. And with signs and wonders He will establish the word. കർത്താവിന്റെ വചനം അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല. And His word will not return without ഇന്ന് doing it. പകൽക്കാലം നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് ദൈവത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. Let's stand in the presence of God. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കുക. Because He loves me, ഞാൻ അവനെ വിടുവിക്കും. I will deliver him. ഹല്ലേലൂയ. ഇത് വചനം നമുക്ക് വാ കൊണ്ട് ഏറ്റു പറയണം. Let's declare with നമ്മൾ our കൺഫസ് ചെയ്യുന്നവരായി തീരണം. Let's confess that. ആമേൻ. അവൻ നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. He's a God who honors us. അവൻ നമ്മളെ ലിഫ്റ്റ് ചെയ്യുന്ന ദൈവമാണ്. He's the one who lifts us up. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും.